ദിമാഗി നക്സൽ ചാപ്പയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പിയാസുനിൽ തുടങ്ങാം. പിയാസുനിൽ പലതരം പ്രയോഗങ്ങൾ നമ്മൾ കേട്ടു. തുക്കട ഗാങ്, അർബൻ നക്സൽസ്. എങ്ങനെയാണ് JNU ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ, അവിടെയുള്ള അക്കാഡമിക് സമൂഹത്തെ, എന്തിന് നമ്മുടെ റൊമീല താപ്പർ അടക്കമുള്ളവരെ സംശയത്തിന് നിഴലിൽ നിർത്തി അർബൻ നക്സൽ എന്നൊരു പ്രയോഗം? പക്ഷേ സർക്കാർ അത് ഔദ്യോഗികമായിട്ട് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും പാർലമെൻറ്റിൽ അർബൻ നക്സൽ എന്ന് സർക്കാർ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിളിപ്പിക്കുകയാണ് പുറത്ത്. പക്ഷേ നോക്കൂ, ചെങ്കോട്ടയിൽ നിന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ ദിമാഗി നക്സൽ എന്ന പ്രയോഗം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അവരെ സൂക്ഷിക്കണം, തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ദിമാഗി നക്സൽസ് എന്ന് കിരൺ റിജിജു പിന്നീട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു ചാപ്പകുത്തലാണോ ദിമാഗി നക്സലിലൂടെ? ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് നമുക്കറിയാലോ, ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ സ്ഥലമാണ്. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? അത് ഒരു മതേതരമായിരിക്കണം ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നതുകൊണ്ടാണ് ചെങ്കോട്ട തിരഞ്ഞെടുത്തത്. ഇന്ത്യ ഗേറ്റല്ല ദേശീയ പതാക ആദ്യം ഉയർത്തിയത്. ചെങ്കോട്ടയിൽ വന്ന് ദേശീയ പതാക ഉയർത്തി അവിടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ആ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ദിമാഗി നക്സലുകളുണ്ട് രാജ്യത്ത് എന്നത്. ഞാൻ കൂട്ടി നോക്കുമായിരുന്നു എത്ര തവണ എന്തൊക്കെ ചാപ്പകൾ മോദി വന്നതിന് ശേഷം ഇത്തരത്തിൽ ആളുകൾക്ക് മേൽ ആരോപിച്ചിട്ടുണ്ട് എന്ന്. ആദ്യം പറഞ്ഞ് തുക്കട ഗാങ്, ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ, പിന്നെ ഖാൻ മാർക്കറ്റ് ഗാങ്, പിന്നെ അവാർഡ് വാപ്പസി ഗാങ്, അതുപോലെ ആസാദി ഗാങ്, അഫ്സൽ ഗാങ്, ആൻറ്റി നാഷണൽ ഗാങ്, കമ്മ്യൂണിസ്റ്റ് ഗാങ്, അതിനുശേഷമാണ് അർബൻ നക്സൽ ഗാങ് എന്ന് പറഞ്ഞത്. പിന്നീട് ഒന്നുകൂടി പറഞ്ഞു ആന്തോളൻ ജീവികൾ. ചിലർക്ക് ഈ ആന്തോളൻ എന്ന് പറഞ്ഞ സമരം നടത്താതിരുന്നാൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആന്തോളൻ ജീവി. അങ്ങനെ 10ാമത്തേതിലാണ് ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന് പറയുന്നത്. ദിമാഗി നക്സൽ. അപ്പോൾ ഈ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തായിരിക്കും വരിക ഈ ഒരു ദിമാഗി നക്സൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം തലച്ചോറ് നിറഞ്ഞു കഴിഞ്ഞു. ആൻറ്റി നക്സൽ, അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ അർബൻ നക്സൽ, അങ്ങനെ തുടങ്ങി എല്ലാം വന്നു. അപ്പോൾ ഏത് ഭാഗത്തായിരിക്കും ദിമാഗി നക്സൽ? ദിമാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരും ഈ സാധനം എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഈ ആന്തോളൻ ജീവി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന പ്രയോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചിരിക്കുന്നത്? അത് ജന്തർ മന്ദറിൽ കുട്ടികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ അവർ പരീക്ഷാ തട്ടിപ്പ് ഉയർത്തിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തി. ആ സമരം വലിയ തരംഗമായി. പിന്നീട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായി. ആ വിദ്യാർത്ഥികളെ അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചതിൻ്റെ വീഡിയോകളൊക്കെ തന്നെ രാജ്യത്ത് വലിയ ചർച്ചയായി. മറുപടി പറയാൻ കഴിയാതെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെൻറ്റിൽ നിന്ന് വിട്ടുനിന്നു. ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ വന്നില്ല. സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. യുവാക്കളുടെ അമർഷം സർക്കാരിനെതിരെ പുകയുമ്പോഴാണ് പുതിയൊരു നറേറ്റീവ് കൊണ്ടുവരുന്നത്. ദിമാഗി നക്സലുകളാണ് ഇതിന് പിന്നിൽ എന്ന് പറയുകയാണ്. അപ്പോൾ ദിമാഗി നക്സൽ എന്ന് ആരെയാണ് വിളിക്കുന്നത്? ഞങ്ങൾക്ക് ജോലി വേണം, ഞങ്ങൾക്ക് ജോലിയില്ല എന്ന് പറയുന്ന യുവാക്കളെ. പരീക്ഷാ തട്ടിപ്പ് രാജ്യത്ത് നടക്കുന്നു, അത് തടയണമെന്ന് പറയുന്നവരെയാണ് ദിമാഗി നക്സൽ എന്ന് പറയുന്നത്. കാർഷിക രംഗത്ത് പ്രതിസന്ധിയാണ്. കർഷകർക്ക് താങ്ങുവില കിട്ടുന്നില്ല, കർഷകർക്ക് ഒരു സഹായവും കിട്ടുന്നില്ല, ഞങ്ങളെ സഹായിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന കർഷകരെയാണ് പറയുന്നത് ദിമാഗി നക്സൽ. രാജ്യത്ത് ചിന്തിക്കുന്നവരെ, ചോദ്യം ചോദിക്കുന്നവരെ, സർക്കാരിനെ വിമർശിക്കുന്നവരെയൊക്കെ ദിമാഗി നക്സൽ എന്ന് പറയുകയാണ്. നക്സൽ ചിന്തകളുള്ളവരെന്ന് പറയുകയാണ്, മാവോയിസ്റ്റുകൾ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മാവോയിസ്റ്റുകളായും നക്സലായും ഈ പ്രതിഷേധിച്ച് നിൽക്കുന്ന, എതിർപ്പുന്നയിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യരെയൊക്കെ തന്നെ ചാപ്പ കുത്തുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. ഞാൻ ഈ പറഞ്ഞ ഓരോ പേരുകൾ ചുമത്തിയാണ് ഇവരെയൊക്കെ തന്നെ നേരിട്ടത്. നമുക്കറിയാലോ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ സമരം നടന്നപ്പോഴാണ് ഈ തുക്കട ഗാങ് എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചത്. ആ സമയത്താണ് അർബൻ നക്സൽ എന്ന ആരോപണം ഉന്നയിച്ചത്. അന്ന് ചെറിയൊരു ആരോപണത്തിൻ്റെ അന്ന് ഈ നമുക്കറിയാലോ ഷർജിൽ ഇമാം, അതുപോലെ തന്നെ ഉമർ ഖാലിദ്, ഈ 2 പേർ അറസ്റ്റിലാണ്. ഇവർക്ക് 6 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. എന്താണ് ഇവർക്കെതിരെയുള്ള കുറ്റം? ഡൽഹി പോലീസിനോട് കോടതി പലതവണ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, വിചാരണ കോടതി. ഇവർക്കെതിരെ ഇതുവരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. ഇവർക്കെതിരെ ഇതുവരെ ഒരു ഡിവൈസ് പോലും പിടിച്ചെടുത്തിട്ടില്ല. ഒരു മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. ഡിവൈസ് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന് ഇതുവരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തമായ തെളിവ് ഇതുവരെയും കോടതിയിൽ നൽകിയിട്ടില്ല. പക്ഷേ അപ്പോഴും ഇവർ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞ് ജയിലിലിട്ടിരിക്കുന്നു. ജാമ്യമില്ല. 6 വർഷമായി കേസിൽ വിചാരണ പോലും നടന്നിട്ടില്ല. എത്രത്തോളം അപകടകരമാണെന്ന് ആലോചിച്ചു. വിചാരണയില്ലാതെ 6 വർഷത്തിലധികമായി 2 വിദ്യാർത്ഥി
നേതാക്കൾ അവർ ഭീകരരാണ് എന്ന് പറഞ്ഞ് രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് ജയിലിലിട്ടിരിക്കുകയാണ്. നീതി നിഷേധിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. ഞാൻ ഈ ഹാത്രസിൽ പോയിരുന്നു നേരത്തെ. ഒരു ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഹാത്രസ് എന്ന് പറയുന്ന സ്ഥലം. ആ സംഭവം ദളിത് പെൺകുട്ടിക്ക് നേരെ അവിടുത്തെ ഉന്നത ജാതിക്കാർ, ഠാക്കൂർ സമുദായത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട യുവാക്കളാണ് ആ പെൺകുട്ടിയെ ആക്രമിച്ചത്. നമുക്കറിയാം ആ വിവാദം. ആ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിൻ്റെ അനുമതി പോലും ചോദിക്കാതെ ഉത്തർപ്രദേശ് പോലീസ് ആ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. അന്ന് ആ പെൺകുട്ടിയുടെ വീട് പോലീസ് വളഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. അന്ന് ഉത്തർപ്രദേശ് സർക്കാർ വലിയ പ്രതിസന്ധിയിലായി. കാരണം യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഠാക്കൂർ സമുദായക്കാരനാണ്. അവരെ സംരക്ഷിച്ചേ പറ്റൂ. അപ്പോഴാണ് അവിടെ 2-3 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഈ സിദ്ദിഖാപ്പനെ പോലുള്ള ആളുകൾ വരുന്നത്. പത്രക്കാരാണെന്ന് പറഞ്ഞു പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹത്തിന് 2-3 വർഷം ജയിലിൽ കിടന്നു. ജാമ്യം നൽകി. ആ കേസിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? ആ കേസിൽ ഇനിയൊന്നുമില്ല. ജാമ്യം നൽകി. സിദ്ദിഖാപ്പൻ ഇപ്പോൾ പുറത്തിറങ്ങി. ആ കേസും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഈ രീതിയിലാണ്, നോക്കൂ, ഈ രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, മോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ 10-12 വർഷമായി ഒരു വലിയൊരു ഇഷ്യൂ വരുമ്പോൾ, വലിയൊരു പ്രശ്നം വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള, അതിനെ മറികടക്കാനുള്ള, ജനങ്ങളുടെ ആ വിഷയത്തിലെ ശ്രദ്ധ തിരിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതേ രീതിയിലാണ് ഇപ്പോൾ മറ്റൊരു നെറേറ്റീവ് കൊണ്ടുവരുന്നത്, ദിമാഗി നക്സൽ എന്നുള്ളൊരു പ്രയോഗം. അതായത് ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ദിമാഗി നക്സലുകളാണ് എന്നുള്ളതാണ്. നമുക്കറിയാലോ ഈ ഇപ്പം മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം അത് ഈ സർക്കാർ വന്ന ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതാണ്. അത് ആംഡ് മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള വലിയ നീക്കമായിരുന്നു. പക്ഷേ 2011 സുപ്രീം കോടതി പറഞ്ഞിരുന്നു, അവർ റിപ്പബ്ലിക് മസ്റ്റ് നോട്ട് കിൽ ഇറ്റ്സ് ഓൺ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി 2011 വിധി പറഞ്ഞിട്ടുണ്ട്. അവരുമായി ചർച്ച നടത്തണം. അവരുമായി ചർച്ച നടത്തി എന്താണ് അവർക്ക് പറയാനുള്ളത് കേട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. 2011 ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും AK ഗോയലും അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് 2016 ഇതേ വാചകം ആവർത്തിച്ചു. അന്ന് സാൽവാജുദും എന്ന് പറഞ്ഞൊരു പദ്ധതി അന്ന് മാവോയിസ്റ്റ് മേഖലകളിൽ അന്നത്തെ സർക്കാർ നടപ്പാക്കിയിരുന്നു. കാരണം ഈ അതിർത്തിയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് ആയുധം കൊടുത്ത് മാവോയിസ്റ്റുകളെ നേരിടുന്ന ഒരു പദ്ധതിയായിരുന്നു. ഞാൻ ആ മേഖലകളിലൊക്കെ തന്നെ ഒരുപാട് തവണ സഞ്ചരിക്കുകയും അവിടെ മാവോയിസ്റ്റുകൾ അഭിമുഖമൊക്കെ തന്നെ പകർത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുമായി സംസാരിച്ചിട്ടുണ്ട്, അവരുമായി വനത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാൻ നേരിട്ട് നിരവധി തവണ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാലത്ത് പോലും ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യൻ സർക്കാർ ഒരു ചർച്ചയ്ക്കോ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒന്നിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നീട് ഇതൊരു ആംഡ് സ്ട്രഗിളാണ് തീർച്ചയായും. അതിനെ ആ രീതിയിൽ തന്നെ നേരിടാൻ തീരുമാനിക്കുന്നത്. പിന്നീട് ഇപ്പോൾ രാജ്യത്ത് ഏതാണ്ട് 1026 ജില്ലകളിൽ മാവോയിസ്റ്റ് എഫക്റ്റഡ് ജില്ലകൾ എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തി. ഇപ്പോൾ എവിടെയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മാവോയിസ്റ്റുകൾ ഉള്ളത് അല്ലെങ്കിൽ നക്സലുകൾ ഉള്ളത് ഈ അർബൻ നക്സലുകൾ പോലെ ദിമാഗി നക്സലുകൾ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ചിന്തിക്കുന്നവർ, വിമർശിക്കുന്നവർ, ഭരണകൂടത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ ദിമാഗി നക്സലുകൾ എന്ന് വിളിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്തോളൻ ജീവി എന്ന പ്രയോഗം, ആന്തോളൻ ജീവി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് സമരം ചെയ്യുന്നവരെ. ആരാണ്? ഗാന്ധിജി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഗാന്ധിജി അങ്ങനെയാണെങ്കിൽ ഒരു ആന്തോളൻ ജീവിയായിരിക്കും. അദ്ദേഹം ആന്തോളൻ ജീവിയായതുകൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കാൻ പറ്റുന്നത്. അതെ, ശ്യാമപ്രസാദ് മുഖർജി ആന്തോളൻ ജീവിയായിരുന്നു, അംബേദ്കർ ആന്തോളൻ ജീവിയായിരുന്നു, സർദാർ പട്ടേൽ ആന്തോളൻ ജീവിയായിരുന്നു, അബുൽ കലാം ആസാദ് ആന്തോളൻ ജീവിയായിരുന്നു, നെഹ്റു ആന്തോളൻ ജീവിയായിരുന്നു. ഇവരൊക്കെ ദിമാഗി നക്സലുകളുമായിരുന്നു. അവരൊക്കെ ദിമാഗി നക്സലുകളായതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നെ കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. മോദിയുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഭഗത് സിംഗിനെ പോലുള്ള ആളുകളെയൊക്കെ തന്നെ ഈ കാലത്ത് ഭഗത് സിംഗ് ഒക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇപ്പോൾ ഭഗത് സിംഗ് വലിയ മഹാനാണ് എന്ന് പറയുകയും ഒരു വശത്ത് പറയുകയും മറുവശത്ത് ചിന്തിക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ ആന്തോളൻ, ദിമാഗി നക്സൽ, ആന്തോളൻ ജീവി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഭഗത് സിംഗിനെയൊക്കെ മോദി വിലയിരുത്തുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ കൗതുകവും അത്ഭുതവുമുണ്ട്. Meet the editors.